ഹലോ ഫ്രണ്ട്സ്, കുറേയില്ല കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞങ്ങൾ ഇന്നൊരു വയനാട് ട്രിപ്പ് പോവാണ്. ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ കുറേ ലോങ് ബാക്ക് ഒരു കഥ പറയാനുണ്ട്. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ട്രിപ്പിനെ പറ്റി പ്ലാൻ ചെയ്യുന്നത്. പിന്നെ +1 +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, എല്ലാവരും ചെറുതായി ജോലിക്കൊക്കെ കയറി. അങ്ങനെ ഇപ്പോഴാണ് ആ ട്രിപ്പ് ഒന്ന് വർക്കൗട്ടായത്. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് വയനാടായിരുന്നു. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക്, അതായത് ബസ് KSRTC വഴിയാണ് പോയത്. അങ്ങനെ അവിടെ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങിപ്പോയി. ഈ വീഡിയോയ്ക്ക് എൻ്റെ ഫ്രണ്ട് അനുശ്രീയും അപർണയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ അവരെടുത്ത വീഡിയോ ആട്ടോ ഇത്. ഞാൻ നല്ല അസലായിട്ട് കിടന്ന് ഉറങ്ങി. അങ്ങനെ ഈ കോടയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം രാവിലെ ഒരു 9 മണിക്ക് ബസ് കയറിയതാണ്. എനിക്ക് തോന്നുന്നു ഒരു 10:45 ആയപ്പോഴത്തേക്ക് റിസോർട്ടെത്തി. പിന്നെ റിസോർട്ടിലെത്തുമ്പോൾ ഞങ്ങൾ നല്ല അവിഞ്ഞ കോലത്തിലായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ചെക്കിൻ ടൈം ആക്ച്വലി 2 o'clock. പക്ഷേ 2 o'clock ആണെങ്കിലും ഞങ്ങളൊരു ഏർലി ചെക്കിനൊക്കെ എടുത്തായിരുന്നു. അത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് റെഡിയായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇങ്ങനെ നടന്നു ഫസ്റ്റ് ഞങ്ങൾ മറ്റേ പൂക്കോട് ലേക്ക് പോയി. പ്രത്യേകിച്ചൊന്നുമില്ല, പഴയ ലേക്കൊക്കെ തന്നെ. അവിടെ നിന്ന് അട്ടക്കടി കിട്ടി ഞങ്ങൾക്ക്. പിന്നെയും കുഴപ്പമില്ല, അട്ടയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നടന്നു. അത് ഫുള്ള് ചുറ്റി നടക്കുമ്പോൾ തന്നെ 1.5 മണിക്കൂർ തീർന്നു. പിന്നെ എന്താ, കുറേ കാലത്ത് ആഗ്രഹമായതുകൊണ്ട് എൻജോയ് ചെയ്ത് അങ്ങ് നടന്നു. ഫോട്ടോ എടുത്തു, കഥ പറഞ്ഞു, അങ്ങനെ നടന്ന് സമയമൊക്കെ ആയി. അങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം അപ്പോഴത്തേക്ക് ഞങ്ങൾ റെഡി ഇറങ്ങുമ്പോഴത്തെ 1 മണി. അതെല്ലാം കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേക്ക് ലേറ്റായി. പിന്നെ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടായിരുന്നു ഒരു ടീൻസാനിയോ അങ്ങനെ ഒരു പാർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും സിപ്പ് ലൈൻ ഇതുപോലെ ചെയ്യണമെന്നുള്ളത് കൊണ്ട് അവിടെ പോയി. അത് കഴിഞ്ഞ് അവിടുന്ന് അന്ന് രാത്രി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പൂളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റു. 900 കണ്ടിക്ക് പോണ പോക്കാണിത്. ഓഫ് റോഡാന്ന് പറയുമ്പോൾ ഇവർ രണ്ടും ഇത്രയും പ്രതീക്ഷയില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഈ ഓഫ് റോഡിങ് കഴിഞ്ഞ് നേരെ 900 കണ്ടി എത്തി. 900 കണ്ടി എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഞങ്ങൾ ടോപ്പിലുള്ളിടത്തായിരുന്നു പോയിരുന്നത്. അവിടെ പക്ഷേ ഒരുപാട് ആക്ടിവിറ്റീസ് ഇല്ല, കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ടല്ലേ, സാരില്ല. പിന്നെ അനുശ്രീക്ക് ഒടുക്കത്തെ പേടിയായിരുന്നു ഹൈറ്റ്. അവള് കൈ പിടിച്ച് അവിടേക്ക് നടന്നിട്ടുണ്ടായിരുന്നത്. അതെന്നെ ഒറ്റയ്ക്ക് പോയിട്ടേ ഉണ്ടായിരുന്നു. ഈ കാണുന്ന യോയോ ഒന്നും ഇല്ല, അവിടെ നിന്ന് കരഞ്ഞു കൂവിയതാ. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ ഒന്ന് നടന്നു. അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ ഞങ്ങൾ വർക്കിംഗ് ഡേയിൽ പോയ കാരണം ഒരുപാടൊന്നും അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ ഒരു വ്യൂ പോയിൻ്റ്, അതായത് ഒരു ഏറ്റവും മേലെ മറ്റേ ഏറുമാടം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയി. അതും അനുശ്രീ വന്നില്ല, പേടിയാണെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ് അവിടുന്ന് കുറച്ചുകൂടി പോയ ചൂരൽമല, അവിടെ നമ്മൾ ഉരുൾപൊട്ടലുണ്ടായിരുന്ന സ്ഥലം, അത് പത്രത്തിലൂടെയൊക്കെ അറിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അതൊന്ന് പോയി കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി നമ്മൾ ബെയിലി പാലം കണ്ടു. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടു. പിന്നെ ആ സ്കൂൾ കണ്ടു. സത്യം പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സന്തോഷവും അങ്ങനെ എന്തോ ഒരു സങ്കടത്തിലെത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ തിരിച്ചു ഇതേപോലെ തന്നെ ഇവിടെ കൽപ്പറ്റ പോയി. അവിടുന്ന് ഒരു KSRTC ബസ് ഇടിച്ചു. തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ പക്ഷേ താമരശ്ശേരി വഴി വന്നു. പിന്നെ നമ്മൾ കോഴിക്കോട് ടച്ച് ചെയ്യാതെ കൊയിലാണ്ടിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വന്നിട്ടുണ്ടായേ. പക്ഷേ ഇത് ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നത്, കാരണം നമ്മൾ പണ്ടേ പ്ലാൻ ചെയ്തൊരു സാധനം ഇപ്പം നടന്നപ്പോൾ ഭയങ്കര സന്തോഷം. ഇനിയും വലിയ ട്രിപ്പെല്ലാം പോകണം എന്നുള്ള ഒരാഗ്രഹമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഈ ഫസ്റ്റത്തെ കാര്യത്തിന് അങ്ങ് ഡൈജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് വലിയ ഇതൊന്നുമല്ല, പക്ഷെ എന്നാലും കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്ത് പോയപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം. അങ്ങനെ പിന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കാരണം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ
പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങളും ഇതേപോലെ പത്രത്തിലൂടെ ന്യൂസിലൂടെയൊക്കെ കേട്ടിട്ട് നമുക്ക് ഈ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മേ ബി കുറേ പേർക്ക് അറിയായിരിക്കും, നമുക്കറിയുള്ളൂ. പക്ഷെ അതൊന്ന് കാണണം, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ബൈ ഗൈസ്.